സത്യവിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യം, നമ്മളൊരിക്കലും ഒരു കപടനായ വ്യക്തിയല്ല എന്ന് നമ്മൾക്ക് ഉറപ്പുണ്ടാകണം. അള്ളാഹുവിനോ പ്രവാചകനോ ഇഷ്ടമില്ലാത്ത കാപട്യം മനസ്സിൽ നിറച്ചുവെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. ആ ബോധ്യമുണ്ടാകുമ്പോഴേ നമ്മുടെ സമൂഹത്തിൽ അഭിമാനമുള്ളൊരു ജീവിതം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആദരവുള്ള ഒരു ജീവിതം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് നമ്മെക്കുറിച്ച് ഒരു മതിപ്പുണ്ടാവുകയുള്ളൂ. എല്ലാറ്റിനുമപ്പുറം സ്വർഗത്തെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ കഴിയുകയുള്ളൂ. ഇതെല്ലാം നമ്മൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ആരെയും കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. വ്യക്തിപരമായി നമ്മൾ നമ്മളെക്കുറിച്ച് വിശകലനം ചെയ്യേണ്ടത്, ഞാൻ ഒരിക്കലും ഒരു കപടനല്ല എന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിയുമ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ സ്വർഗാവകാശിയാകുന്നതും യഥാർത്ഥ വിശ്വാസിയാകുന്നതും. എന്തുകൊണ്ടാണ് ജുമഅക്ക് പള്ളിയിൽ വന്ന ഭക്തിയോടുകൂടി ഒരുമിച്ച് ചേർന്ന് നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കാനുള്ള കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എനിക്ക് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെ കുറിച്ച് അറിയാം. റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സംസാരിക്കുകയാണ്, യഅ്തൂന യൗമൽ ഖിയാമ, അവർ നാളെ പരലോകത്ത് വരും. മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗം നാളെ പരലോകത്ത് വരും. ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമത്തി ബീള, വെളുത്ത തിഹാമ പർവ്വതം കണക്കെ, പർവ്വതം കണക്കെ ഒരുപാട് നന്മകളുമായി പരലോകത്ത് വരും. സാധാരണ പുണ്യങ്ങൾ മാത്രമല്ല, മലകളോളം നിറഞ്ഞു നിൽക്കുന്ന വലിയ നന്മയുടെ കൂമ്പാരങ്ങൾ. നിസ്കാരം, ദിക്റുകൾ, ദുആകൾ, ദാനധർമ്മങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ഭക്തിപൂർണമായ ഖിറാഅത്തുകൾ, ദിക്റുകൾ, ദുആകളൊക്കെയായി ഒരുപാട് പുണ്യകർമ്മങ്ങൾ പരലോകത്തിനു വേണ്ടി ചെയ്തവരായി ഒരു വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് വരും. ഫയജ്അലുഹ അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ, പക്ഷെ അല്ലാഹു ആ കൂമ്പാരമായി പർവ്വതം കണക്കെയുള്ള നന്മകളെയെല്ലാം അല്ലാഹു വിതറപ്പെട്ട ധൂളികളെ പോലെ പടച്ചതമ്പുരാൻ നശിപ്പിച്ചു കളയും. ഒരൊറ്റ ഇബാദത്ത് പോലും അവർക്ക് ഗുണകരമാവുകയില്ല. അല്ലാഹു അവരിൽ നിന്ന് സ്വീകരിക്കൂല. ഉടനെ സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ് സിഫ്ഹും ലനാ ജലഹിം ലനാ, പ്രവാചകരെ അവരെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരും, ഒന്ന് വിശേഷിപ്പിച്ചു തരും, വ്യക്തമാക്കി തരും. എന്തിനാണ്? അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം, ഞങ്ങൾ അറിയാതെ പോലും അവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാനും അത് ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ട ആളാണോ എന്നൊക്കെ ഒന്ന് തിരിച്ചറിയാൻ അവരെ കുറിച്ചൊന്ന് പറഞ്ഞു തരും. ആരാണ് പ്രവാചകർ? അവർ ഒന്ന് വ്യക്തമാക്കി തരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അമാ ഇന്നഹും ഇഖ്വാനുക്കും, സഹാബാക്കളെ അവർ നിങ്ങളുടെ കൂട്ടുകാർ തന്നെയാണ്, സഹോദരങ്ങൾ തന്നെയാണ്, അഥവാ മുസ്ലിമീങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വമിൻ ജിൽദതിഹിം വജിൽദതികും വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, അവർ നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവർ തന്നെയാണ്, മുസ്ലിമീങ്ങളിൽപ്പെട്ടവർ തന്നെയാണ്. അവരുടെ ഒന്നാമത്തെ പ്രത്യേകത, അവർ പകൽ സമയത്ത് സഹാബാക്കളെ നിങ്ങളെ ചെയ്യുന്നത് പോലെ എല്ലാ സൽക്കർമ്മങ്ങളും അവർ ചെയ്യും, എല്ലാ പുണ്യകർമ്മങ്ങളും അവർ ചെയ്യും. പകലിൽ അവർ എന്തൊക്കെയുണ്ടോ, ആളുകൾ കൂടുന്നിടത്ത് എന്തൊക്കെയുണ്ടോ ആ പുണ്യകർമ്മങ്ങളെല്ലാം അവർ ചെയ്യും.
പക്ഷെ വലാകിന്നഹും അഖ്വാമുൻ ഇദ് ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, എന്നാൽ അവർ ഒറ്റക്കാകുന്ന സമയത്ത് അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെല്ലാം അവർ ഇതേപോലെ സജീവമായി ചെയ്യുകയും ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വലിയ ജനവിഭാഗത്തെ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജനവിഭാഗത്തെ പരലോകത്ത് അമലുകളുമായി വന്ന് അള്ളാഹു പരിഗണിക്കുക പോലും ചെയ്യാത്ത ഒരു വിഭാഗത്തെപ്പറ്റി സഹാബാക്കൾക്ക് പറഞ്ഞെടുക്കാൻ. എന്താണ് അവരുടെ പ്രത്യേകത? അവർ നമസ്കരിക്കുന്നു, ദിക്റുകൾ ദുആകൾ ചെയ്യുന്നു, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നു, വലിയ പുണ്യമാണ്. പക്ഷേ അവർ ഒറ്റക്കാകുന്ന വേളയിൽ അവർ അള്ളാഹു നിരോധിച്ച ഹറാമുകളും ഇതേ നന്മയുടെ കൂടെ അവർ വ്യക്തിപരമായി സ്വകാര്യത ജീവിതത്തിൽ ഹറാമുകൾ ചെയ്ത് ജീവിക്കുന്നവരുമാണ് എന്ന് പ്രവാചകൻ പറയാൻ. സഹോദരങ്ങളെ, ഈ ഒരൊറ്റ വാചനമാണ് നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കേണ്ടത്. നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ കപടനായിട്ട് അള്ളാഹു രേഖപ്പെടുത്തുന്ന ആളാകുമോ? അല്ല, പരലോക വിശ്വാസം ഉറച്ച ഒരാളായി അള്ളാഹു നമ്മെ രേഖപ്പെടുത്തുമോ? ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പാണ്. അതെന്താണ്? നമ്മുടെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ രഹസ്യ ജീവിതം തന്നെയാണ്. കാരണം പരസ്യം നമ്മൾക്ക് എളുപ്പമാണ്, പരസ്യം നമ്മൾക്ക് നന്നാക്കുവാൻ എളുപ്പമാണ്, ഒരുപാട് സ്വാധീനങ്ങളുണ്ട്. പക്ഷെ രഹസ്യ ജീവിതം പരസ്യത്തെ പോലെ നിർമ്മലമാകുവാൻ, ശുദ്ധമാകുവാൻ, ഭയഭക്തി പൂർണ്ണമാവുവാൻ അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ തഖ്വയും വിശ്വാസവും രൂഢമൂലമാകണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം പറയുന്നിടത്ത് നമ്മളോട് എന്താ പറഞ്ഞറിയോ? വഹുവ മഅക്കും. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഐനമാ കുൻതും, നമ്മൾ എങ്ങോട്ട് പോയാലും, നമ്മൾ എവിടേക്ക് പോയാലും, നമ്മൾ ആളുകളിൽ നിന്ന് മാറി നിന്നാലും, നമ്മൾ കടകളുടെ പിൻഭാഗത്തേക്ക് പോയാലും, നമ്മുടെ ഗ്രൗണ്ടുകളുടെ ബേക്ക് ഭാഗത്തേക്ക് പോയാലും, നമ്മളുടെ ഗ്യാങ്ങിലേക്ക് നമ്മൾ പോയാലും, ഈ നാട് വിട്ടു പോയാലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. മാതാപിതാക്കൾ ഉണ്ടാകണമെന്നില്ല, മഹല്ല് ഭാരവാഹികൾ ഉണ്ടാകണമെന്നില്ല, മൗലൈമാർ കാണണമെന്നില്ല, ഭാര്യയോ ഭർത്താവോ മക്കളോ നമ്മൾ അറിയണമെന്ന് പോലുമില്ല. പക്ഷെ അള്ളാഹു കൂടെയുണ്ട്. ഐനമാ കുൻതും, നമ്മൾ എങ്ങോട്ട് പോയാലും, എവിടേക്ക് നമ്മൾ സഞ്ചരിച്ചാലും, യഅലമു ഖായിനത്തുൽ അയുൻ വമാ തുഖ്ഫി സുദൂർ, നമ്മുടെ കണ്ണിന്റെ കട്ടുനോട്ടം പോലും, ഹൃദയത്തിന്റെ ചിന്ത പോലും അറിയുന്ന നാഥൻ നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധ്യമാണ് തഖ്വയുടെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ നിന്ന് ഒരു വിശ്വാസി ജീവിക്കുന്ന ജീവിതമാണ് ഭക്തിപൂർണമായ ജീവിതം, കപടതയില്ലാത്ത ജീവിതം എന്ന് പറയുന്നത്. അത് നമ്മൾക്കുണ്ടാകണം, അത് നമ്മൾക്കുണ്ടാകണം. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾക്കറിയാവുന്ന എത്രയോ സംഭവമുണ്ട്. അറിയുന്ന 2 സംഭവങ്ങൾ മാത്രം പറയാം. സുപരിചിതമായി അറിയുന്ന സംഭവം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്ത് അദ്ദേഹം വേഷപ്രച്ഛന്നനായി സഞ്ചരിക്കുന്ന സമയത്ത് പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടി പറയുന്ന ഉമ്മയോട് ആ പെൺകുട്ടി തിരിച്ചു പറയുന്ന ഒരു വാക്കില്ലേ, ഉമ്മ ചേർക്കാൻ പാടില്ല എന്ന് നിയമല്ലേ, ചേർക്കാൻ പാടില്ല എന്നത് നിയമല്ലേ? അതിന് ഉമ്മയുടെ മറുപടി, മോളെ അത്യാവശ്യമായത് കൊണ്ടല്ലേ, അമീറുൽ മുഅ്മിനീൻ കാണുന്നില്ലല്ലോ, അതിന് മകളുടെ മറുപടിയല്ലേ പ്രധാനം. ഉമ്മയോട് മകളുടെ മറുപടി, ഇദാ കാന അമീറുൽ മുഅ്മിനീൻ ലാ യറാക് ഫഇന്നല്ലാഹ യറാക്. ഉമ്മ, അമീറുൽ മുഅ്മിനീൻ കാണുന്നില്ലല്ലോ, ചിലപ്പോൾ ഉണ്ടാവൂല, പക്ഷെ അള്ളാഹു കാണുമല്ലോ. ഉമ്മ, ആരും അറിയാതെ ഈ കൂരാക്കൂരിട്ടി ഈ വീടിന്റെ അകത്ത് നമ്മൾ പാലിൽ വെള്ളം ചേർക്കുന്നത് ലോകത്തൊരാളും അറിയണമെന്നില്ല ഉമ്മ. ലാഭം കിട്ടിയേക്കാം, പക്ഷേ അള്ളാഹ് കാണുന്നില്ലേ ഉമ്മ? ഇതാണ് സഹോദരങ്ങളെ ഭക്തി, ഇതാണ് ഭക്തി. അങ്ങാടിയിൽ പോയി പാലിൽ വെള്ളം ചേർക്കുന്നവർക്കെതിരെ സിന്ദാബാദ് വിളിക്കലല്ല ഭക്തി. അതിന്റെ കൂടെ അവനവന്റെ വ്യക്തി ജീവിതത്തിലും ഇതേ സൂക്ഷ്മത പാലിക്കലാണ് ഭക്തി എന്ന് മദ്രസയിൽ നിന്ന് പഠിച്ചവരാ നമ്മള്. അതേ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളുകളെ ഇതുപോലെ പരീക്ഷിക്കുവാൻ വേണ്ടി, സുഖവിവരങ്ങൾ അറിയാൻ വേണ്ടി പോകുന്നതിനിടയിലാണ് ചെറിയൊരു പിഞ്ചു ബാലൻ, നമ്മുടെ മക്കളുടെ അത്രയും പ്രായമുള്ള ബാലൻ, ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത്. അദ്ദേഹം അമീറുൽ മുഅ്മിനീൻ ആ കുട്ടിയെ പരീക്ഷിക്കുവാനാണ് ചോദിച്ചത്, മോനെ ഇതിൽ നിന്ന് ഒരു ആടിനെ എനിക്ക് തരുമോ? ആ കുട്ടിയുടെ മറുപടി, അമീറുൽ മുഅ്മിനീൻ ആണെന്നറിയില്ല, നോക്കൂ ഇക്ക, ഇതെന്റെ ആടല്ല, ഇതെന്റെ ആടല്ല, അതുകൊണ്ട് എനിക്ക് തരാൻ പാടില്ല. അമീറുൽ മുഅ്മിനീൻ അങ്ങോട്ട് പറഞ്ഞു, എടാ നല്ല വില തരാം. പിന്നെ ഒരാട്, ഇത്രയും ആടുകൾക്കിടയിൽ നിന്ന് ഒരാട് നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് യജമാനൻ നിന്നെ തിരിച്ചറിയണമെന്നില്ല. അതിന് ആ കുട്ടിയുടെ മറുപടി, യജമാനനെ എനിക്ക് പറ്റിക്കാം, ഒരു പ്രശ്നവുമില്ല,
നിങ്ങൾ തരുന്ന പണം എനിക്ക് അത്യാവശ്യവുമാണ്, ഞാനത് വാങ്ങാം. പക്ഷേ ഇക്ക, ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പറയണം. ഫഅൈനല്ലാഹ്, എങ്കിൽ അല്ല എവിടെയാണ്? ഇതാണ് ഭക്തി. ആളുകളെ എനിക്ക് പറ്റിക്കാൻ കഴിയും, ഒരു പ്രശ്നമല്ല. യജമാനനെ പറ്റിക്കാൻ കഴിയും. ഒന്നിനെ ഏതെങ്കിലും ഒരു വന്യമൃഗം കട്ടുകൊണ്ടുപോയതാണ്, പിടിച്ചുകൊണ്ടുപോയതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ 100-400 ആടുകൾക്കിടയിൽ നിന്ന് ഒരു ആടിന് നഷ്ടപ്പെട്ടാൽ മുതലാളി അറിയണമെന്നില്ല. അറിഞ്ഞാൽ തന്നെ എനിക്ക് എന്റെ വാചക കസർത്ത് കൊണ്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനും കഴിയും. പക്ഷെ ഫഅൈനല്ലാഹ്, അള്ളാഹുവിനെ മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ. ഈ ഭക്തിയാണ് സഹോദരങ്ങളെ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. വിശ്വാസികൾ ആരാണ്? യഥാർത്ഥ വിശ്വാസികൾ ആരാണ്? അവർ അല്ലാഹുവിനെ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങാടിയിൽ വിശ്വസിക്കുന്ന അതേ അല്ലാഹുവിൽ സ്വകാര്യ ജീവിതത്തിലും വിശ്വസിക്കുന്നവരാണ്. കുടുംബത്തിന്റെ കൂടെ ഏതൊരു അല്ലാഹുവിനെയാണോ ഞാൻ വിശ്വസിക്കുന്നത്, അതേ അല്ലാഹുവിനെ കുടുംബമില്ലാതെ ഒറ്റക്ക് പോകുമ്പോഴും വിശ്വസിക്കുന്നവരാണ്. എന്റെ ചങ്ങാതിമാരുടെയും മഹല്ലുകാരുടെയും ഇടയിൽ വെച്ച് ഞാൻ ഏതൊരു പരലോകത്തിലാണോ വിശ്വസിക്കുന്നത്, അതേ പരലോകത്തിൽ തന്നെയാണ് ഞാൻ എന്റെ സ്റ്റാഫിന്റെ കൂടെ ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോഴും അവരുടെ കൂടെ മാത്രം ഞാൻ യാത്ര പോകുമ്പോഴും അതേ പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവർക്കാണ് അല്ലാഹുവിൽ അങ്ങേയറ്റം പ്രതിഫലവും അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനവും ഉള്ളത്. സഹോദരങ്ങളെ, ഇവിടെ ചില പിഴവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞ അതേ സമുദായത്തിൽ, അതേ വിഭാഗത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. പ്രവാചകന്റെ വാക്കെന്താ അറിയോ? തജിദൂന മിൻ ശിറാരിന്നാസ്, ജനങ്ങളിൽ അല്ലാഹുക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ചില ആളുകൾ നിങ്ങൾക്കറിയുമോ? സഹാബാക്കൾ ചോദിച്ചു, നബിയെ, ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുക്ക് ഏറ്റവും വെറുത്ത ആളുകൾ ആരാണ്? പ്രവാചകന്റെ വാക്ക് ദൽ വജ്ഹൈൻ, രണ്ടു മുഖമുള്ള ആളുകളാണ്. എന്താണ് ആ രണ്ട് മുഖം? എന്താണ് ആ രണ്ട് മുഖം? അവർ കുടുംബത്തിലൊരു മുഖവും കുടുംബം വിട്ടാൽ മറ്റൊരു മുഖവുമാണ്. മഹല്ലിലൊരു മുഖവും മഹല്ല് വിട്ടാൽ മറ്റൊരു മുഖവുമാണ്. അങ്ങാടിയിലൊരു മുഖവും അങ്ങാടി വിട്ടാൽ മറ്റൊരു മുഖവുമാണ്. നാട്ടിലൊരു മുഖവും നാട് വിട്ടാൽ മറ്റൊരു മുഖവുമാണ്. സംഘടനയിലും പ്രസ്ഥാനത്തിലും ദീനിന്റെ കാര്യത്തിലും കമ്മിറ്റികളിലും ഒരു മുഖം, അത് വിട്ടാൽ മറ്റൊരു മേഖലയിൽ വേറൊരു മുഖവുമാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള വിഭാഗം ആ വിഭാഗമാണ്. കാരണം അവിടെ ഹൃദയത്തിൽ, വിശ്വാസത്തിലും സ്വഭാവത്തിലും നിഫാഖ് കടന്നു വന്നവരാണവർ. സഹോദരങ്ങളെ, നമ്മളെയാണ്, ഒരാളെയും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. ഞാൻ എന്നെയാണ് ആലോചിക്കേണ്ടത്. ഇതിൽ ഞാൻ ഉൾപ്പെടുമോ? ഇതിൽ ഞാൻ ഉൾപ്പെടുമോ? നമ്മുടെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് നമ്മൾ പോയാൽ, ടൂർ പോവുകയാകാം, ബിസിനസ് ട്രിപ്പാകാം, കൂട്ടുകാരുടെ കൂടെയാകാം, ഒറ്റക്കാകാം, മറ്റൊരു നാട്ടിലേക്ക് എത്തിയാൽ എത്രയോ മനുഷ്യർ അതുവരെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ഭക്തി മുഴുവൻ ആ ഒരു 10 ദിവസത്തെ യാത്രയിൽ മുഴുവൻ കളഞ്ഞു കുളിച്ച് അവിടെ പോയി ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്. വാതിലുകൾ, ഏതെങ്കിലും റൂമുകൾ എടുത്ത് ആളുകളെ ആരും അറിയാത്ത രൂപത്തിൽ 1-2 ആളുകളെ മാത്രം കൂട്ടി അവിടെ വെച്ച് ആരും അറിയാതെ മദ്യപിക്കുന്നവർ, പണം കൊടുത്ത് വ്യഭിചരിക്കുന്നവർ, അവിടെയുള്ള ക്ലബ്ബുകളിൽ പോകുന്നവർ, അവിടെയുള്ള ഡാൻസ് ബാറുകളിൽ പോകുന്നവർ, അവിടെയുള്ള സകല തോന്നിവാസികങ്ങളിലും പങ്കെടുക്കുന്ന ആളുകൾ, ചൂതാട്ട കേന്ദ്രത്തിൽ പോകുന്ന ആളുകൾ വരെ, മുസ്ലിം സമുദായത്തിൽ നമസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന ആളുകൾ നാട് വിട്ടാൽ ചെയ്യുന്നു എന്നത് രഹസ്യമല്ലാത്ത പരസ്യമാണ്. നമ്മൾ അതിൽ ഉണ്ടാകാൻ പാടില്ല, ഉറപ്പായിട്ടും പാടില്ല. നമ്മുടെ ജീവിതത്തിലെ ഭക്തി ഏതെങ്കിലും ഒരു യാത്ര ചെയ്യുമ്പോഴേക്കും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ഇവിടെ നിന്ന് ചുരം കയറുമ്പോഴേക്കും, ഇവിടെ നിന്ന് ഗോവയ്ക്ക് പോകുമ്പോഴേക്കും, ഇവിടെ നിന്ന് ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകുമ്പോഴേക്കും അവിടെ എത്തി ആരും കാണാത്ത പ്രദേശമാണ് എന്ന് മനസ്സിലാക്കിയാൽ അപ്പോഴേക്കും ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള ഭക്തി നഷ്ടപ്പെടുത്തി ശൈത്വാനീയത്ത് ഹൃദയത്തിൽ നിന്ന് വന്നാൽ അതിനർത്ഥം നമ്മുടെ പരലോക വിശ്വാസം ഉറച്ചിട്ടില്ല എന്നു തന്നെയാണ്. യാതൊരു സംശയവുമില്ല. ഏതെങ്കിലും കൂടെ പഠിച്ച പഴയ കൂട്ടുകാർ ഒന്നിച്ചു വല്ല ഗെറ്റ് ടുഗദർ നടത്തി അവിടെ ഒന്നിച്ചു കൂടുകയാണെങ്കിൽ അതിനിടയിൽ നിസ്കാരത്തെ പറ്റി ചർച്ചയില്ല. കാരണം എന്താണ്? അവിടെ എത്തിയാൽ പിന്നെ നിസ്കരിക്കുന്ന ആളാകാൻ പാടില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു ഗ്യാങ്ങിൽപ്പെട്ടാൽ, നമ്മുടെ കൂട്ടുകെട്ടിന്റെ ഒരു വൈബിൽപ്പെട്ടാൽ പിന്നെ നമ്മൾക്ക് ദീനുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവും പറയാൻ പാടില്ല. കാരണം അവിടെ ഞാൻ ദീനിയായ ഒരാളാകാൻ പാടില്ല. നിസ്കാരം പോയാൽ എനിക്ക് പ്രശ്നമല്ല,
അവിടെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ കൂടി ഏതെങ്കിലും തോന്നിവാസങ്ങളിൽ ഞാൻ പെട്ടാൽ എനിക്ക് പ്രശ്നമല്ല, അവിടെയുള്ള ഹറാമുകളിൽ ഞാൻ പെട്ടാൽ പ്രശ്നമല്ല. തോന്നിവാസ കേന്ദ്രങ്ങളിലേക്ക്, മസാജ് കേന്ദ്രങ്ങളിലേക്ക് വരെ നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ചെയ്യുന്ന ആളുകൾ, യുവാക്കളല്ലാത്തവർ പോലും പോകുന്ന കാഴ്ചകൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. മാറണം. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്ന് സഹാബാക്കൾ ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. എന്താ ചോദ്യം അറിയോ? ഇയാക് അൻ തകൂന അദുവൽ ഇബ്ലീസ് ഫിൽ അലാനിയ സ്വദീഖൻ ലഹു ഫി സിർ. എടാ, ആളുകളുടെ മുന്നിൽ വെച്ച് നീ ശൈത്താന്റെ ഭയങ്കര ശത്രുവാണ്, എന്നാൽ രഹസ്യ ജീവിതത്തിൽ നീ ശൈത്താന്റെ കൂട്ടുകാരനുമാണ്. അത് നീ ശ്രദ്ധിക്കണം കേട്ടോ. കഴിഞ്ഞില്ല. ലാ തകുൻ വലിയ്യൻ ലില്ലാഹി ഫിൽ അലാനിയ വഅദൂഹു ഫി സരീർ. അവനവന്റെ ജീവിതത്തിൽ ആളുകൾക്കിടയിൽ പബ്ലിക്കിൽ നീ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാണ്, എന്നാൽ രഹസ്യ ജീവിതത്തിൽ നീ പടച്ചവനെ വെറുക്കുന്നവനുമാകുന്നത് നീ ശ്രദ്ധിക്കണം. എന്താ സുഹൃത്തുക്കളെ പറഞ്ഞതിന്റെ അർത്ഥം? ആളുകൾക്കിടയിൽ നമുക്ക് ദീനിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കര കാര്യമാണ്. സ്വഫ് ചേർന്ന് വെക്കുന്നതിന്റെ കാര്യം നമുക്ക് ഭയങ്കര ചർച്ചയാണ്. മുഹറം മാസത്തിൻ്റെത് ഭയങ്കര ചർച്ചയാണ്. മുടി കറുപ്പിക്കുന്നത് ഭയങ്കര ചർച്ചയാണ്. ആ വിഷയങ്ങളെ നിസ്സാരപ്പെടുത്തല്ല. പക്ഷേ ആ ചർച്ചകളൊക്കെ ദുനിയാവിൽ, നാട്ടിൽ, മഹലിൽ നടത്തുന്ന ഒരാൾ നമ്മളാണെങ്കിൽ, നമ്മൾ ആരും അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ കാണിക്കുന്ന സുന്നത്തിന്റെ കാര്യങ്ങളിൽ കാണിക്കുന്ന സൂക്ഷ്മത പോയിട്ട് ഹറാമായ കാര്യത്തിൽ പോലും കൂടെ കൂടി ആടുന്ന സമ്പ്രദായത്തിലേക്ക് വരുന്നത് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. മറ്റു ചില ആളുകൾ അവനവന്റെ വീട്, ഫോണ്, അവനവന്റെ ഏരിയകൾ, അതിൽ ഹറാമിന്റെ വിളനിലമാണ്. നമ്മളെ കുറിച്ച് അറിയാൻ വേണ്ടി പറയട്ടോ, വ്യക്തിപരമായിട്ട് പറയാൻ, നമ്മുടെ ജീവിതം സ്വർഗ നരകങ്ങളിലേക്കാണോ അല്ലയോ എന്ന് അറിയാൻ ഒറ്റ മാർഗം എന്തറിയോ? നമ്മളോട് ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഭക്തനായ മനുഷ്യൻ നമ്മളോട് ഒരു 5 മിനിറ്റിൽ നിന്റെ ഫോണൊന്ന് ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചാൽ ധൈര്യത്തിൽ കൊടുക്കാൻ കഴിയുന്ന എത്ര മനുഷ്യന്മാർ, സഹോദരിമാരിലും സഹോദരങ്ങളിലും ഉണ്ട്. എന്താ ആളുകൾ പറയാറ്? നിന്റെ ഫോൺ എന്തിനാനക്ക്? എന്തതിന്റെ അർത്ഥം എന്നറിയോ? അതിൽ ഒരു മാന്യനായ ഭക്തനായ ഒരു മനുഷ്യന് നോക്കാനോ പ്ലേ ചെയ്യാനോ സ്ക്രോൾ ചെയ്യാനോ കഴിയാത്ത പലതും ആ ഫോണിൽ ഉണ്ട് എന്നുള്ളതാണ്. ആ ഫോണ് താൽക്കാലികമായി സൈലന്റ് ആക്കിയിട്ട് അത് കീശയിലിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഒരാളുടെ ഭക്തി ഒന്ന് ആലോചിച്ച് നോക്കി. വാൾപേപ്പർ അൽഹംദുലില്ലാഹ് ഉണ്ടാകും, വാൾപേപ്പർ കഅബാലയത്തിന്റെ ചിഹ്നമുണ്ടാകും, അതിൽ തുറക്കുന്ന ഫേസ്ബുക്കിന്റെ പോസ്റ്ററുകളിൽ കുടുംബവും ബാപ്പയും ഉമ്മയും ഒക്കെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ടാകും. ഉള്ളിലേക്ക് പോയാൽ പോൺ ഫിലിമുകൾ ഉണ്ടെങ്കിൽ, അശ്ലീല സൈറ്റുകൾ ഉണ്ടെങ്കിൽ, അശ്ലീല വീഡിയോകളോ ചിത്രങ്ങളോ ഉണ്ടെങ്കിൽ, സഹോദരങ്ങളെ, വളരെ രഹസ്യമല്ലാതെ നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഞാനിപ്പോൾ ആരാണ്? അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കുന്ന ഞാൻ എന്റെ സ്വകാര്യതയിൽ സകലമാന വൃത്തികേടുകളും ചെയ്യുന്ന ഒരാളായി വാതിലൊക്കെ കുറ്റിയിട്ട്, കർട്ടനൊക്കെ താഴ്ത്തിയിട്ട്, പുതപ്പൊക്കെ മുകളിലേക്കിട്ട്, ഹെഡ്സെറ്റ് വെച്ച് ആരും അറിയാതെ തോന്നിവാസം കാണുമ്പോ അള്ളാന്റെ ചോദ്യം എന്താ അറിയോ? അലം യഅലം ബി അന്നല്ലാഹ യറാ. മഹ്മൂദെ, അബ്ദുറഹ്മാനെ, ഫാത്തിമ, അനക്കറിയില്ല, അല്ലാഹ് കാണുന്നുണ്ട്. പടച്ചോന് വാതിൽ എന്താണ് പ്രശ്നം? അള്ളാഹുവിന് എന്തിനാണ് ചുമര് പ്രശ്നം? അള്ളാഹുവിന് എന്ത് കത്തനാണ് പ്രശ്നം? ബാപ്പാനും ഇമ്മാനും ചതിച്ച് ബാത്റൂമിന്റെ ഉള്ളിൽ കയറി ടാപ്പ് തുറന്നിട്ട് ശബ്ദമുണ്ടാക്കി രഹസ്യമായി ഏതെങ്കിലും ഒരാളോട് കിഞ്ചന വർത്തമാനങ്ങൾ പറയുന്നത് അള്ളാഹു അറിയുന്നുണ്ട്. ബാപ്പാക്ക് ചിലപ്പോ കണ്ടുപിടിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. പുറത്ത് ഹിജാബ് ഇട്ട് ധരിക്കുകയും ഇസ്ലാമിനെ കുറിച്ച് പറയുകയും കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും അവനവന്റെ വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ സകല ഹറാമുകൾ ചെയ്യുകയും ചെയ്യുന്നവരോട് അള്ളാഹുവിന്റെ വാക്ക്, യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങൾ കാണാതിരിക്കാനുള്ള സകല മാനദണ്ഡങ്ങളും നിങ്ങൾ ചെയ്തു. പാസ്വേഡ് ഇടുന്നു, ലോക്ക് ഇടുന്നു, ഹൈഡ് ചെയ്തു വെക്കുന്നു, ആളുകൾ നോക്കുമ്പോഴേക്കും ഹിസ്റ്ററികൾ മുഴുവൻ ക്ലിയർ ആക്കി വെക്കുന്നു, ബാപ്പാക്കറിയാത്ത സ്ഥലത്ത് വെക്കുന്നു, ഭാര്യക്കറിയാത്ത നമ്പർ പേരായിട്ട് ഫീഡ് ചെയ്തു വെക്കുന്നു, ഇക്കാക്ക വരുമ്പോൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി എല്ലാം ക്യാൻസൽ ചെയ്തു വെക്കുന്നു. യസ്തഖ്ഫൂന മിനന്നാസ്, മനുഷ്യന്മാരെ കാണാതിരിക്കാനും അറിയാതിരിക്കാനും വശലാകാതിരിക്കാനും പിടിക്കപ്പെടാതിരിക്കാനുമുള്ള മുഴുവൻ മാർഗങ്ങളും നിങ്ങൾ നോക്കുന്നു. അള്ളാന്റെ വാക്കാൻ, വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, പടച്ചോനെ കണ്ണുവെട്ടിക്കാൻ, അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ എന്ത് പാസ്വേഡ് കൊണ്ടാണടാ സാധിക്കുക? അള്ളാന്റെ വാക്കാൻ, നമ്മളെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്.
നമ്മളെ കുറിച്ച്. എന്നിട്ട് അള്ളാഹുവിന്റെ വാക്കാണ്, പടച്ചോന്റെ വാക്ക്, യൗമ തുബ്ല സറായിർ. വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്കാണ് പടച്ചോന്റെ സംസാരം. യൗമ തുബ്ല സറായിർ, മുഴുവൻ രഹസ്യങ്ങളും അള്ളാഹു നാളെ പരലോകത്ത് പരസ്യമാക്കി പടച്ച തമ്പുരാൻ ലോകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചു വെക്കും. ഒരു ഖതീബായ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ തോന്നിയാസമനുസരിച്ചാണ് നിങ്ങളോട് ദീൻ പറയുകയും എന്റെ സ്വകാര്യതയിൽ ഞാൻ വൃത്തികേട് കാണുകയും ഞാൻ എന്റെ യാത്രയിൽ വൃത്തികേട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പരലോകത്ത് എന്റെ കുടുംബത്തെ, എന്റെ ഭാര്യയെ, എന്റെ മക്കളെ, ഖുത്ബ പറഞ്ഞ മഹല്ലിലെ ആളുകളെ, ഏതൊക്കെ ആളുകളാണോ ക്ലാസുകൾ കേട്ടത് മുഴുവൻ ആളുകളെയും അള്ള വിളിച്ചു കൊണ്ടുവന്ന് ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കും. പേരെടുത്തു പറഞ്ഞല്ല പ്രദർശിപ്പിക്കും. നിങ്ങളോട് ദീൻ പറഞ്ഞയാളാണ്, പക്ഷെ സ്വകാര്യതയിൽ ഇങ്ങനെയാണ്. ഇതുപോലെ നമ്മളെയും ഭാര്യയെയും ബാപ്പയെയും ഉമ്മയെയും മക്കളുടെയും മുന്നിൽ വെച്ച് നമ്മുടെ സ്വകാര്യതയിൽ കണ്ടതും കേട്ടതും ചെയ്തതും വാട്സപ്പുകൾ വഴിയോ ലിങ്കുകൾ വഴിയോ ഓൺലൈൻ വഴിയോ തോന്നിവാസങ്ങളും നട്ടപ്പാതിരക്കാരും അറിയാതെ കണ്ടുവച്ചതുമായ മുഴുവൻ കാര്യങ്ങളും തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല എങ്കിൽ അള്ള പബ്ലിക്കായി പ്രദർശിപ്പിച്ചിട്ടാണ് ചോദ്യം ചെയ്യൽ ആരംഭിക്കുക. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അവിടെ നിന്ന് മാറാൻ നമുക്ക് കഴിയണം. അവിടെ നിന്ന് നമുക്ക് മാറാൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ പഠിപ്പിച്ച കാര്യങ്ങളിൽ അവർ നമ്മളോട് പറയുന്ന ഒന്ന് രണ്ട് വാക്കുണ്ട്. അക്സറുൽ ഖാസിരീൻ, ഏറ്റവും വലിയ നട്ടം പറ്റിയ ആൾക്കാർ ആരാന്നറിയോ? മൻ അബ്ദാ ലിന്നാസി സ്വാലിഹി അമാലിഹി, ജനങ്ങൾക്കിടയിൽ എല്ലാ സൽക്കർമ്മത്തിലും മുന്നിലുണ്ടാവും. നമ്മളെ കുറിച്ചാ പറയണത്. അത് വേണം, അൽഹംദുലില്ലാഹ്, നല്ലതാണ്. പക്ഷേ വബാറസ ബിൽ ഖബീഹ് മൻ ഹുവ അഖറബ ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, എന്നാൽ അവന്റെ കണ്ടനാടിയോട് ഏറ്റവും അടുത്ത അല്ലാഹുവും അവനും മാത്രമാകുമ്പോ ലോകത്തെല്ലാ വൃത്തിയേടും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവും. അവനെക്കാളും മോശപ്പെട്ടവൻ ഇനി ദുനിയാവിലില്ല. ഭാര്യമാര് ഭർത്താക്കന്മാരുടെ ഫോൺ വെച്ച ഭർത്താക്കന്മാര്, അനക്കെന്തിനാ എന്റെ ഫോണ്? ആരാ ചോദിക്കണത്? പോലീസൊന്നല്ലല്ലോ. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൈപിടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയതമ ഫോൺ ചോദിച്ചാൽ എന്താ കൊടുക്കാൻ കഴിയുന്നറിയോ? കൊടുക്കാൻ ധൈര്യമില്ലാത്ത വിധം തോന്നിയാസുണ്ട്. അതന്നെ, വേറൊന്നുമില്ല. എല്ലാം നല്ല പറഞ്ഞത്, എല്ലാം നല്ല. സഹോദരിമാരറിയാ, എത്രയോ കുടുംബിനികൾ സമ്പത്ത് നഷ്ടമായത്, അഭിമാനം നഷ്ടമായത്, ആത്മഹത്യ ചെയ്തത് അവിഹിത ബന്ധങ്ങൾ രഹസ്യമായി തുടർന്നതിന്റെ പേരിലാണ്. തുടങ്ങുമ്പോൾ ഭയങ്കര രസമായിരിക്കും, പക്ഷേ അള്ളാഹു ഈ രഹസ്യത്തെ പൊളിക്കുമ്പോഴേക്കും അഭിമാനം പോയി, ദീന് പോയി, പരലോകവും പോയി. വ്യക്തിപരമായി, കുടുംബപരമായി ഒരാൾക്കുണ്ടാകുന്ന മുഴുവൻ അപമാനവും അയാൾ സഹിക്കേണ്ടി വരും. സഹോദരങ്ങളെ, നമ്മളോട് ചോദിക്കുക, മാറാനാണ്. ഞാൻ അങ്ങാടിയിലുള്ള മുഹമ്മദാണോ, ഫാത്തിമയാണോ, ആയിഷയാണോ എന്റെ വീട്ടിലും എന്റെ കുടുംബത്തിലും എന്റെ സ്വകാര്യതയിലും? അല്ല, ഞാൻ ആളുകൾ മാറുമ്പം എന്റെ സ്വഭാവം മാറുന്നുണ്ടെങ്കിൽ ഞാൻ പരലോകത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കണില്ല. അതെങ്ങനെയാണെങ്കിലും ഇത് നല്ല രഹസ്യത്തിൽ മുതലാളി ഏൽപ്പിച്ചു, പൈസ കൊണ്ടുപോകാൻ ഏൽപ്പിച്ചു. ആ പൈസ ആരും അറിയാതെ മെല്ലെ പൈസ ചാമ്പി വേറെ ഏതെങ്കിലും റെസിപ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ കട്ടെടുക്കണോനും വീട്ടിൽ നിന്ന് സ്ഥാപനത്തിലേക്ക് ഹിജാബ് ധരിച്ചു പോയി അവിടെ എത്തി വേറെ ഡ്രസ്സ് മാറി നടക്കുന്ന പെൺകുട്ടിയാകട്ടെ, ടീച്ചർമാരാകട്ടെ, ഉദ്യോഗസ്ഥന്മാരാകട്ടെ, അവരാകട്ടെ, ആരുമാകട്ടെ, സ്വന്തം നാട്ടിൽ ദീനിന്റെ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിക വേഷം ധരിച്ച് ഇവിടെ നിന്ന് പുറത്തുപോയി ഒരു കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ ദീനിന്റെ നേരെ ഓപ്പോസിറ്റായി അവനവന്റെ വേഷവിധാനം സംവിധാനിക്കുന്ന ആളുകളാകട്ടെ, എല്ലാവരും രഹസ്യ ജീവിതത്തിൽ പടച്ചോനെ സൂക്ഷിക്കാത്തവരാണ്. അവിടെയാണ് പ്രവാചകൻ പറഞ്ഞത്, മലകളോളം സൽക്കർമ്മങ്ങളുമായിട്ട് അവർ വരും, പക്ഷേ പരലോകത്ത് അല്ലാഹു അവിടെ മുഴുവൻ പുണ്യകർമ്മങ്ങളെയും വിതറപ്പെട്ട ധൂളികളെപ്പോലെ പടച്ചോൻ പറപ്പിക്കും. എന്തേ കാരണം? അവർ രണ്ടു മുഖമുള്ളവരാണ്. അവരെ പടച്ചോൻ ഇഷ്ടല്ല. നമ്മളോട് ആലോചിക്കുക. ഒരൊറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ഓരോരുത്തരും നമ്മളിലേക്ക് ചുരുങ്ങണം എന്ന് പറയാൻ വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് പറഞ്ഞു, ഇദാ വാഖഅത്തിസ് സരീറ അൽ അലാനിയ ഫദാലികൽ അദ്ൽ. ഒരാളുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരേപോലെയാണെങ്കിൽ അത് നീതിയാണ്. ഒരാൾ രണ്ട് ഭാഗത്ത് ഒരേപോലെയാണ് എങ്കിൽ നീതിയാണ്.
വഇദാ കാനത്തിസ്കാളും രഹസ്യ ജീവിതം നല്ലതാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ്. എന്നാൽ വഇദാ കാനത്തിൽ അലാനിയത്തു അഫ്ളലു മിനസ് സരീറ, ഒരാളുടെ രഹസ്യ ജീവിതം, ആ രഹസ്യ ജീവിതം പരസ്യത്തേതിനേക്കാൾ മോശമാണെങ്കിൽ, ആളുകളുടെ മുന്നിൽ നല്ലവൻ, ആളുകളുടെ മുന്നിൽ നിസ്കാരക്കാരൻ, ആളുകളുടെ മുന്നിൽ ഭക്തൻ, ആളുകളുടെ മുന്നിൽ ദീനിന്റെ ആൾ, സ്വകാര്യതയിലും കൂട്ടുകാർക്കും യാത്ര പോകുമ്പോഴും അവനവന്റെ ലോകത്തുമെത്തുമ്പോൾ താൻ തോന്നിത്തങ്ങളും തോന്നിവാസങ്ങളും രഹസ്യ ജീവിതത്തിൽ ഹറാമുകളും കാണുന്ന ഒരാളാണെങ്കിൽ വഹാദാ ദുൽമുൻ, അത് അക്രമമാണ്. അത് ചെയ്യുന്നവൻ അള്ളാഹുവിന്റെ മുന്നിൽ അക്രമിയുമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഈ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരൊറ്റ ഭാഗമാണ്. ആരെയും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണ്ട. ഞാൻ അങ്ങനെയാണോ എന്ന് എന്നെ പരിശോധിച്ചാൽ ഞാൻ മാറണമോ എന്നെനിക്ക് ബോധ്യമാകും. എൻ്റെ ഫോണും എൻ്റെ റൂമും എനിക്കെതിരെ പരലോകത്ത് വരും എന്ന് ബോധ്യമുണ്ടായാൽ പിന്നെ എൻ്റെ റൂമുക്കൊരാള് എന്താ എന്നോട് ചോദിക്കാതെ റൂമുക്ക് 10 മണിക്ക് വരുന്നത് എന്ന് ഞാൻ എന്തുകൊണ്ടാ പറഞ്ഞറിയോ? എനിക്ക് പേടിയാണ്. എൻ്റെ മക്കൾ എൻ്റെ റൂമുക്ക് വന്നിട്ട് കർട്ടൻ ഉയർത്തിയാൽ, പേഴ്സ് എടുത്താൽ അതിൽ മക്കൾ കാണാൻ പറ്റാത്ത എന്തോ ഉണ്ട്. അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളയും റസൂലും നിരോധിച്ച സമയങ്ങളിലുള്ള കാര്യത്തെ പറ്റി അല്ലട്ടോ പറഞ്ഞത്. ഒരു വാപ്പാക്കോ ഒരു ഉമ്മാക്കോ ഒരു മകന്റെ റൂമിലേക്ക് വരുന്നതിന് മകന് പേടി എന്താണ്? ഒരു ഭർത്താവിന്റെ പേഴ്സും ഫോണും അദ്ദേഹത്തിന്റെ ഡ്രസ്സും, ഒരു ഭാര്യ അദ്ദേഹത്തോട് ഞാൻ എടുക്കണ്ടിട്ടോന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് എടുക്കണീന് എന്തിനാണ് ഒരു ഭർത്താവ് പേടിക്കണത്? ഒരു ഭാര്യയോട് ആരാണടി വിളിക്കണമെന്ന് ചോദിക്കണത് എന്തിനാണ് ഒരു ഭാര്യ അസ്വസ്ഥപ്പെടുന്നത്? നമ്മളോട് ചോദിക്കുക. അതിനൊക്കെ ഒരു ഉത്തരവുള്ളൂ. ആളുകളുടെ മുന്നിൽ നമ്മൾ എത്രയൊക്കെ വാശിയും ദേഷ്യവും ഒക്കെ പറഞ്ഞാലും അതിനൊരു ഉത്തരമുണ്ട്. എന്താ അറിയോ? പലരും അറിയാത്ത പലതും, പലരോടും പറയാത്ത ചിലതും, ആരാരും അറിയാത്ത പല കാര്യങ്ങളും എന്റെ സ്വകാര്യതയിൽ ഹറാമായി ഞാൻ കൂടെ കൊണ്ടു നടക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് മരിക്കാനും പേടി, അതുകൊണ്ടാണ് നമുക്ക് റൂമിൽ കയറുന്നത് പേടി, അതുകൊണ്ടാണ് ഒരു മോലിയാർ ഫോൺ ചോദിക്കുന്നത് പേടി, അതുകൊണ്ടാണ് മക്കൾ വന്നിട്ട് റൂമിൽ കയറുന്നത് ഒക്കെ നമുക്ക് പേടി. നമ്മൾ മക്കളുടെ മുന്നിലുള്ള വാപ്പയല്ല, മക്കൾ പോയാലുള്ള വാപ്പ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് കപടതയാണ്. ആ കപടതയെ പ്രവാചകൻ പറഞ്ഞത് ലോകത്ത് അല്ലാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യൻ അവനാണ് എന്നാണ്. അതിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും. ഖുർആനിന്റെ ഒരു ആയത്ത് എത്രമാത്രം നമ്മളോട് നേർക്കുനേരെ സംസാരിക്കുന്ന പോലെയാണ്. ഖുൽ, പ്രവാചകരെ പറഞ്ഞുകൊടുക്കും മനുഷ്യന്മാർക്ക്. നമ്മളോട് അല്ലാഹു പറയാണ്, പറഞ്ഞു കൊടുക്കും. ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു യഅലമുഹുല്ലാഹ്. മനസ്സിൽ നിങ്ങൾ എന്തൊക്കെ ആരും അറിയാതെ നമ്മളോട് പറയണം, നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവന്ന് നടന്നാലും, ആളുകളുടെ മുന്നിൽ നിങ്ങൾ എത്ര രഹസ്യമാക്കിയാലും, പരസ്യമാക്കി എന്ത് ചെയ്താലും അള്ളാഹു അറിയും. അല്ല തന്ന കണ്ണല്ലേ, അല്ല തന്ന ചെവിയല്ലേ, അല്ല തന്ന നാവല്ലേ, അല്ല തന്ന ശരീരല്ലേ. ഈ ശരീരം വെച്ചിട്ടല്ലേ തോന്നിയാസങ്ങളും ഹറാമുകളും ജീവിതത്തിൽ ചെയ്യണത്. പടച്ചോൻ അറിയില്ലേ? വാതിൽ കുറ്റിട്ടോണ്ടോ, പാസ്വേഡ് ഇട്ടോണ്ടോ, ആൾക്കാരെ പറഞ്ഞയച്ചോണ്ടോ, 2 ആൾക്കാരെ കാവൽ നിർത്തിയതുകൊണ്ടോ, ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേറെ നാട്ടിക്ക് പോയതുകൊണ്ടോ, ഇവിടുന്ന് ഗുണ്ടിൽപേട്ടയ്ക്ക് പോയതുകൊണ്ടോ അള്ളാഹുവിനെന്താണ്? പടച്ചോൻ അറിയൂലേ? ആ കാര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണ്ടേ? ആകാശഭൂമികൾക്കിടയിലുള്ളതൊക്കെ പടച്ചോൻ അറിയും. യുവാക്കളെ, മക്കളെ, ബാപ്പാൻ ഇമ്മാനൊക്കെ പറ്റിച്ചാണ്ട് ഹെഡ്സെറ്റൊക്കെ വെച്ച് ഈ റൂമിന്റെ മുകളിൽ പോയി വായിക്കാനാറിന് ഫോണൊക്കെ വാങ്ങി തോന്നിയാസം കാണാ പലരും വിളിക്കുക. എന്നിട്ട് വാപ്പ തരുന്ന ഭക്ഷണം കഴിച്ച്, ഉമ്മ തരുന്ന ഭക്ഷണം കഴിച്ച് അതേ ഉമ്മാനും ബാപ്പാനും പറ്റിച്ചാണ്ട് നിർലജ്ജം പോയി കിടക്കുക. പക്ഷെ അള്ളാഹു പരലോകത്തിന് കൊണ്ടുവന്നിട്ട് വസ്ത്രം അഴിച്ച് കാണിച്ചു വെച്ചവരെ അതേപോലെ അള്ളാഹു പരലോകത്ത് കൊണ്ടുവരും. ആർക്കൊക്കെ അവരാന്റെ നഗ്നമേനി കാണിച്ചു കൊടുത്തോ അത് മുഴുവൻ പടച്ചോൻ അതേപോലെ കൊണ്ടുവരും. ആരൊക്കെ പാതിരാവിൽ
അവനവന്റെ കുടുംബത്തെ ചതിച്ച് മറ്റു വീടുകളിലേക്ക് കയറിയോ അതുപോലെ പടച്ചവൻ കൊണ്ടുവരും. തൗബ ചെയ്യാതെ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മടങ്ങണം. എന്നിട്ട് നമ്മുടെ ഇഖ്ലാസ്, നമ്മുടെ ഭക്തി അള്ളാഹുവിനോട് നമ്മൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. നമ്മൾ തീരുമാനിക്കണം, പടച്ചോനെ ഇനി എന്റെ രഹസ്യ ജീവിതത്തിൽ നിനക്കിഷ്ടല്ലാത്തൊന്നും ഞാൻ ചെയ്യൂല. ധീരമായ തീരുമാനമാണ്. എന്നിട്ട് ഒഴിവായാൽ, എന്നിട്ട് നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയാൽ, പിന്നീട് നമ്മളുടെ യാത്രയിൽ നമ്മൾക്ക് എന്തു സംഭവിച്ചാലും, ഒരു നെഞ്ചുവേദന വന്ന് നമ്മൾ താഴേക്ക് വീണാലും, ഒരു ബ്ലഡ് വന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴും നമ്മുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. പടച്ചോനെ ഇന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞാൻ രണ്ട് ലോകത്തും, അഥവാ രഹസ്യത്തിലും പരസ്യത്തിലും പടച്ചോനെ നിനക്കിഷ്ടപ്പെട്ടവനായി ഞാൻ ജീവിച്ചിട്ടുണ്ട്, നാഥാ നീ സ്വീകരിക്കണമേ എന്ന് പറയാനുള്ളൊരു ധൈര്യം നമുക്കുണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സ്വകാര്യതയിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് പാപങ്ങൾ വന്നു പോയിട്ടുണ്ട് നാഥ. അറിയാതെ അതിനേക്കാൾ കൂടുതൽ പാപങ്ങൾ വന്നു പോയിട്ടുണ്ട് നാഥ. റഹ്മാനായ നാഥ, വദൂദായ നാഥ, ഗഫൂറായ നാഥ, നീ അതെല്ലാം ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നാളെ പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന വിശ്വാസികളിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ സഹായിച്ചവർ നാഥ നീ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഈ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾ, ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ കൊണ്ട് ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയി അധ്വാനിക്കുന്ന പാവം പ്രവാസികളായ സഹോദരങ്ങൾ നാഥ നീ എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളിലൂടെ കുടുംബത്തിലൂടെ സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, എവിടെ ലോകത്തെവിടെ പോയാലും ഏതൊരു സാഹചര്യത്തിലും പരലോകബോധത്തോടെ ഭക്തിയോടെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനുള്ള തഖ്വ നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ.